ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്തരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറിയുന്നത്, കേൾക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത് വിനോദ്, കലാമണ്ഡലം വിനോദ് എന്ന കൊട്ടുകാരനാണ്. തിരുവല്ല സ്വദേശിയാണ് അദ്ദേഹം. ഇപ്പോൾ ഈ വിനോദിനെ കുറിച്ച് പറയുമ്പോൾ വിനോദിൻ്റെ ഒരു മുൻകാല ചരിത്രം എന്നൊക്കെ പറയാൻ അദ്ദേഹത്തിൻ്റെ അച്ഛനുമായി ഒപ്പം ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. വാസുദേവ പണിക്കർ, അദ്ദേഹത്തിൻ്റെ അമ്മാവൻ രാധാകൃഷ്ണമാരാർ, വെന്നിമല സ്വദേശിയായ രാധാകൃഷ്ണമാരാർ, അദ്ദേഹത്തിൻ്റെ അമ്മ വല്ലി ചേച്ചി അല്ലെങ്കിൽ വല്ലി, അവരൊക്കെ ആയിട്ട് വ്യക്തിപരമായ ധാരാളം പരിചയവും ബന്ധവും ഉണ്ട്. കലാമണ്ഡലത്തിൽ പഠിക്കുന്നത് കാലത്ത് തന്നെ ഈ ഷൊർണൂരിൽ താമസിക്കുമ്പോൾ കോട്ടയം, വളരെ ദൂരമുള്ള കോട്ടയം പയ്യപ്പാടി, വെന്നിമല, ആ മല കയറി ആ സ്ഥലത്തേക്ക് പോകാൻ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഒരുപക്ഷെ മാസത്തിലൊരിക്കലെങ്കിലും അവിടെ പോയിരുന്നു. അവിടെ പോയി 2 ദിവസം അവിടെ താമസിച്ച് വാട്ടക്കപ്പയും ഒക്കെ കഴിച്ചിരുന്ന ഒരു കാലം ഓർമ്മയുണ്ട്. നല്ലൊരു ക്ഷേത്ര പരിസരമാണ്, അന്തരീക്ഷമൊക്കെ. വെന്നിമല നിറയെ പാറകൾ ആണ് എങ്കിലും ധാരാളം അരുവികൾ ഉള്ള പ്രദേശം കൂടിയാണ്. ഇങ്ങനെയും അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് കുറേ കാലം മുമ്പ് തന്നെ, ഒരുപക്ഷെ ഒരു 75 അല്ലെങ്കിൽ 73, 74 കാലം മുതൽ തന്നെ കുടുംബവുമായി ധാരാളം അറിവുള്ളതാണ്. അത് തുടർന്ന് ഇക്കാലം വരെയും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിനോദിൻ്റെ കുറേ അനുഭവങ്ങൾ വിനോദിനുണ്ട്. കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിന് മുമ്പുള്ള കാലം, കലാമണ്ഡലത്തിൽ പഠിക്കാൻ തുടങ്ങിയ കാലം, അതിന് ശേഷമുള്ള കാലം, RLVയിലുണ്ടായിരുന്ന കാലം, ഹൈദരാബാദിലുണ്ടായിരുന്ന കാലം, വൈക്കം ക്ഷേത്ര കലാപീഠത്തിലുണ്ടായിരുന്ന കാലം, ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വിനോദിൻ്റെ ഈ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ക്ഷേത്രത്തിൽ അടിയന്തരമായി കഴിയുകയുമാണ്. സ്വാഭാവികമായും കലാമണ്ഡലത്തിൽ പഠിച്ചതുകൊണ്ട് കഥകളിക്കോട്ടിനോട് ധാരാളം താല്പര്യമുണ്ട്. പക്ഷേ എന്തോ അതിനോട് ഒരു ധൈര്യക്കുറവ് എന്നോ അല്ലെങ്കിൽ വിശ്വാസക്കുറവോ ഒക്കെ എന്ന പോലെ പലപ്പോഴും പങ്കെടുക്കാൻ മടി കാണിക്കുന്നു എന്നാണ് തോന്നുന്നത്. വിനോദിനെ സംബന്ധിച്ച് ധാരാളം അത് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം കോട്ടയം, തിരുവല്ല ഭാഗത്ത് നിരവധി കളികളുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ പങ്കെടുക്കാനുള്ള അവസരം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് മറ്റ് മേഖലകളോടും താല്പര്യമുണ്ട്. അല്ലെങ്കിൽ മേളം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഗരുഡൻ തൂക്കമൊക്കെ രാധാകൃഷ്ണമാരോടൊപ്പം കൊട്ടിയിരുന്ന, അല്ലെങ്കിൽ രാധാകൃഷ്ണമാരുടെ അച്ഛൻ്റെ ഒപ്പം കൊട്ടിയിരുന്ന ഒരു കാലം ഓർമ്മയുണ്ട്. ഗരുഡൻ തൂക്കത്തിന് കൊട്ടിയിരുന്ന കാലമൊക്കെ വളരെ നല്ല ഒരു ഓർമ്മകളായിട്ട് ഉണ്ട്. ഇങ്ങനെയും വിനോദിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ധാരാളം മേഖലയിൽ ഇനിയുള്ള കാലത്ത് ധാരാളം അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതിന് അദ്ദേഹത്തിന് തോന്നലുണ്ടാവട്ടെ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പറഞ്ഞാൽ എങ്ങനെയും ആ വിനോദിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ കേൾക്കാൻ പോകുന്നത്. വിനോദിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമുക്കിതിനു മുമ്പ് പരിചയപ്പെടുത്തിയ കലാമണ്ഡലം പുരുഷോത്തമൻ, അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്.
പുരുഷോത്തമനെ സംബന്ധിച്ചിടത്തോളം കലാമണ്ഡലത്തിൽ ഉണ്ടായിരുന്ന കാലമാണെന്നൊരു ഇതിനു മുമ്പ് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ധാരാളം മേളങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര ഉത്സവങ്ങൾ നടത്തി ഏറ്റെടുത്ത് നടത്തി കൈകാര്യം ചെയ്യുന്ന നല്ല കലാകാരനാണ്. ചെണ്ടയും തിമിലയും അദ്ദേഹം വളരെ വിദഗ്ധമായി കൈകാര്യം ചെയ്യും. എങ്ങനെയും ആ പുരുഷോത്തമനാണ് വിനോദിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ടുപേരെയും ഇതിന് ലഭിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിലേക്ക് എല്ലാവരെയും ഈ വർത്തമാനത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം. നമ്മുടെ വൈത്താരിയിലെ ഇന്നത്തെ അതിഥി തിരുവല്ല സ്വദേശിയായ കലാമണ്ഡലം വിനോദാണ്. കേരള കലാമണ്ഡലത്തിൽ ചെണ്ട അഭ്യസിച്ച് ചെണ്ട അധ്യാപകനായിട്ട് പല സ്ഥലങ്ങളിൽ ആർമി പോലെയുള്ള കോളേജുകളിലൊക്കെ ജോലി ചെയ്തിരുന്ന വിനോദ് ആണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും മറ്റും ഇന്ന് ചോദിച്ചറിയാം. അപ്പോൾ വിനോദേ, നമസ്കാരം. നമസ്തേ. ഈ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പഠനകാലം, അതിനു മുമ്പ് അതായത് കലാമണ്ഡലത്തിൽ വരുന്നതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെണ്ട പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം, അതിനെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയാൽ നന്നായി. ആദ്യമായിട്ട് ഈ കലാകുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. ഇവിടെ തന്നെ അച്ഛൻ ആയ കലാമണ്ഡലം വാസുദേവ പണിക്കർ, മുത്തശ്ശനായിട്ടുള്ള കേശവമാരാർ, അമ്മാവനായിട്ടുള്ള കലാമണ്ഡലം രാധാകൃഷ്ണമാരാർ, ഇവരൊക്കെ എൻ്റെ എന്താ പറയുക പാരമ്പര്യമായിട്ട് വന്ന മുതിർന്ന ആൾക്കാരായ പൂർവികരാണ്. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ അച്ഛൻ വീട്ടിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എന്നെ അവിടെ പിടിച്ചിരുത്തി. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ കൂടെ ഇരിക്കാൻ പറഞ്ഞു. കൊട്ടും തക്കിട്ട് എന്തെങ്കിലും സാധനം ചോദിക്കും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് തായമ്പ തുടങ്ങി. വേണ്ട 5ാം ക്ലാസ് ആയപ്പോഴേക്കും അരങ്ങേറ്റം കഴിച്ചു. ഞാനുണ്ടായിരുന്നു, വേറൊരു മുതിർന്നൊരു ചേട്ടനും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ചെണ്ടയുടെ തുടക്കം. എനിക്ക് തോന്നുന്നു 89 കാലഘട്ടത്താണ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം പിന്നീട് 5ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 7ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് കലാമണ്ഡലത്തിലേക്ക് വരുന്നതും. അത് അന്ന് ഈ പറഞ്ഞ മാതിരി കലാമണ്ഡലത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, അവിടെ ചെന്നാൽ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും എൻ്റെ അച്ഛൻ പറഞ്ഞു, അമ്മാനും പറഞ്ഞു. അമ്മാനും പറഞ്ഞ കലാമണ്ഡലം രാധാകൃഷ്ണന്മാർ അറിവിന് വന്നു. അപ്പോൾ ആ കാലത്ത് അമ്മാവൻ രാധാകൃഷ്ണാശാൻ കലാമണ്ഡലത്തിലുണ്ട്. കലാമണ്ഡലത്തിലുണ്ട്, അധ്യാപകനായിട്ടുണ്ട്. അങ്ങനെയാണ് കലാമണ്ഡലത്തിലേക്ക് ആദ്യമായിട്ട് ഇൻ്റർവ്യൂവിന് വന്നു. പിന്നെ അവിടെ നിന്ന് അഡ്മിഷൻ ലഭിക്കുന്നു. അവിടെ 91 മുതൽ 97 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്നയാളല്ലേ? അച്ഛൻ കലാമണ്ഡലത്തിൽ പഠിക്കുന്നതിന് മുമ്പ് 1970-74 കാലഘട്ടത്തിൽ അർലി അക്കാഡമി, ഇന്നത്തെ മ്യൂസിക് കോളേജ്, അവിടെ കേശവപോലാശൻ്റെ ശിഷ്യനായിട്ട് 70-74 കാലഘട്ടത്തിൽ പഠിച്ച് അതിനുശേഷം കലാമണ്ഡലത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് മന്നാടിയാശാൻ്റെ പോലാശൻ്റെ ശിക്ഷണത്തിൽ അവിടെ പഠിക്കുകയും ചെയ്തു. അത് എനിക്ക് തോന്നുന്നു മുഴുവനാക്കാൻ സാധിച്ചിട്ടില്ല തോന്നുന്നു. എനിക്ക് ആ സമയത്താണ് അച്ഛൻ ആദ്യമായിട്ട് അറ്റാക്ക് വരുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോരുകയുണ്ടായത്. അങ്ങനെയാണ് അച്ഛൻ കലാമണ്ഡലം വാസുദേവ പണിക്കർ. അച്ഛനൊക്കെ കൊട്ടുകാർ തന്നെയായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ അങ്ങനെ കൊട്ടതായിട്ട് അറിയില്ല. പക്ഷേ അമ്മയുടെ അച്ഛൻ കേശവമാരായിരുന്നു പറഞ്ഞ മുത്തശ്ശൻ ഈ അടിയന്തര കാര്യങ്ങളും കലയ്ക്ക് വെന്നിമല സ്വതേ ഒരു കലാപാരമ്പര്യമുള്ള സ്ഥലമാണല്ലോ. അതെ. അതിനെക്കുറിച്ച് എന്താ ഒന്ന് വിശദീകരിക്കാനുള്ളത്? അനവധി നിരവധി പേര് എൻ്റെ മുത്തശ്ശൻ മുതൽ ഇങ്ങോട്ടുള്ള, പിന്നെ അതല്ലാതെയും ഇഷ്ടംപോലെ അമ്പലത്തിനോട് ചുറ്റപ്പെട്ട ആൾക്കാർ, ഈ ഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതലും ഈ കലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ അനേകം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഈ പുതിയ തലമുറയിലും ഉണ്ട്, അനവധി നിരവധി ആൾക്കാരുണ്ട്. ഈ വെന്നിമല മുത്തശ്ശനും മുത്തശ്ശൻ്റെ അരിയനും ഒക്കെ ഈ ക്ഷേത്ര അടിയന്തരങ്ങളും മേളങ്ങളും ചെയ്തിരുന്ന ആൾക്കാരായിരുന്നല്ലോ. അതെ. കോട്ടയം ജില്ലയിലെ തന്നെ രണ്ട് പ്രമാണിമാരായിട്ട് നടന്നിരുന്ന ആൾക്കാരായിരുന്നു എന്ന് തോന്നുന്നു. മുത്തശ്ശൻ്റെ അനിയനെ അത്ര എനിക്ക് ഇതുമായിട്ട് പരിചയമില്ല. പക്ഷെ മുത്തശ്ശനെ അറിയായിരുന്നു. എന്താ എൻ്റെ ആശാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കളിക്കൊക്കെ കൊട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയിലില്ല. പക്ഷെ അന്നൊരു അറിവുണ്ട്, എൻ്റെ അച്ഛനും പറഞ്ഞിരുന്നു കൊട്ടുമായിരുന്നു. പിന്നെ ബാക്കി ആൾ മരിക്കുന്ന സമയത്ത് മണർകാട് അമ്പലത്തിൽ
അടിയന്തരക്കാരനായിരുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ ഉള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മരിച്ചത്. കോട്ടയം ജില്ലയിൽ കുറേ അമ്പലങ്ങളിൽ ഇങ്ങനെ അടിയന്തരം ഉണ്ടായിരുന്നു. കുറേ ജില്ലകളുണ്ടായിരുന്നു. വെന്നിമല അമ്പലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കാനുണ്ടോ? അത് പ്രത്യേക ഒരു അമ്പലം എന്ന് പറയാൻ കാരണം മറ്റേ ശ്രീരാമൻ്റെ അമ്പലങ്ങളാണ് സാധാരണ എല്ലാവരും ഉള്ളത്. ഇതിപ്പം ശ്രീരാമനും ലക്ഷ്മണനും, ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം എന്നാണ്. ലക്ഷ്മണനാണ് അവിടെ പ്രാധാന്യം കൂടുതൽ. പിന്നൊന്ന് ഉള്ളത് ഈ മറ്റേ ബാഹുബലിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം, പിതൃ തർപ്പണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ താഴെ കടവിൽ പോയിട്ട് അതിനെ കുറിച്ച് നടക്കാറുണ്ട് താഴേക്ക്. ഒരിക്കലും പറ്റാത്ത വെള്ളം അങ്ങനെ, അതായത് അവിടുന്ന് ഒരു ഓവുണ്ട്, എവിടുന്നാണെന്ന് അറിയില്ല, സങ്കല്പത്തിനും അവിടുന്നാണെന്നാണ്, മറ്റേ ഇവിടെ ശ്രീകോവിൽ നിന്നാണെന്നാണ് അറിയപ്പെടുന്നത്. അവിടുന്ന് താഴെ ആ കുളത്തിലേക്ക് ഒരു ഓവുണ്ട്. അത് എക്കാലവും പറ്റത്തില്ല, എപ്പോഴും ഏത് വേനൽക്കാലവും പറ്റാണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊക്കെയാണ് എനിക്കറിയാവുന്ന ചില. ഈ അവിടെ ബലിയിടിക്കലിന് നമ്മുടെ കുടുംബമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം അങ്ങനെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും ധാരണയില്ല. ഉണ്ടായിരിക്കണം, ഇപ്പം അവിടെ ചെയ്യിക്കുന്ന നമ്മളൊരു ബന്ധു തന്നെയാണ്. അവിടെ ഒരു മാരാര കുടുംബത്തിൽപ്പെട്ട ആളാണ് എപ്പോഴും ചെയ്യിക്കുന്നത്. അതായത് ചോദിച്ചത് ഈ മുത്തച്ഛനോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. അപ്പോൾ വെന്നിമല സ്വതേ ഒരു കലാപാരമ്പര്യമുള്ള സ്ഥലമാണ്, ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി കലാമണ്ഡലത്തിലേക്ക് വന്നാൽ അവിടുത്തെ അഭ്യാസം അങ്ങനെയുള്ള ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? 1991 8ാം ക്ലാസ്സിലേക്കാണ് അവിടെ വരുന്നത്. 8, 9, 10 4 വർഷത്തെ കോഴ്സല്ലേ ഉള്ളൂ, ഡിപ്ലോമ കോഴ്സ്. അത് വരുന്ന സമയത്ത് ഗുരുനാഥന്മാരായിട്ടുള്ള വാരണാസി ആശാൻ, ബലരാം ആശാൻ, ഉണ്ണീഷ് ആശാൻ, രാധാകൃഷ്ണൻ്റെ അമ്മാവൻ, പിന്നെ രാജൻ ആശാൻ, വിജേഷ് ആശാൻ, മൂസാശാൻ, ഒരു അധ്യാപകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കൊല്ലം ബലരാമാശാൻ വാരണാസിയുടെ കളരിയിൽ പഠിച്ചിട്ടുണ്ടോ? വാരണാസിയാശാൻ ഞാൻ ചെന്ന ഓണത്തോടു കൂടി പുള്ളി റിട്ടയർഡായി. വാരണാസിയാശാൻ ക്ലാസ് ഇട്ടിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലം മറ്റേ ബലരാമാശാനാണ് തായമ്പ തുടങ്ങിയത്. വാരണാസിയാശാൻ കേളി തുടങ്ങിയിരുന്നു. ശേഷം ആശാൻ ബലരാമാശാൻ കളരിയിൽ തായമ്പ അഭ്യസിച്ചു, അടിസ്ഥാനമായിട്ടുള്ള തായമ്പ. പിന്നീട് അടുത്ത വർഷം 3ാം വർഷം ആയപ്പോഴത്തേക്കും ഉണ്ണീഷാശാൻ്റെ കളരിയിലേക്ക് 3, 4 വർഷം. അതിനുശേഷം മറ്റേ പോസ്റ്റ് ഡിപ്ലോമയ്ക്ക് കിട്ടിയപ്പോഴും അപ്പോഴും ഉണ്ണീഷാശാൻ്റെ കളരിയിലാണ് ഈ 5 കൊല്ലം അഭ്യസിച്ചത്. കലാമണ്ഡലത്തിലെ അഭ്യാസ രീതികളെ കുറിച്ചൊന്ന്, ഞാനും കലാമണ്ഡലത്തിൽ പഠിച്ചതാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന ആ കാലത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. 1991 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പ്രായം 13 വയസ്സ് അത്രേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു സങ്കടമാണ് അല്ലേ. ഒന്നും അറിയില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങോട്ട് വരികയല്ലേ. പിന്നെ ഈ വെക്കേഷൻ സമയം, ഓണം, ക്രിസ്മസ് 2 മാസം വെക്കേഷൻ, ഈ സമയമാവാൻ വേണ്ടി കാത്തിരിക്കും. കാരണം എങ്ങനെയാലും വീടെത്തണം, വേറെ കൂടുതലൊന്നും അറിയില്ല. ആശാന്മാർ പറയുന്നത് കേൾക്കുക, സീനിയർമാർ പറയുന്നത് കേൾക്കുക. ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല, തിരിച്ചറിവായിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ഡെയിലി റൊട്ടൈനായിട്ട് സാധകവും ഒക്കെ അങ്ങനെ പോകും. ക്ലാസ്സും പോകും, ആശാന്മാർ വരും, കുട്ടിക്കും അങ്ങനെ. പിന്നെ സാധകത്തിന് പോകുമ്പോഴാണല്ലോ, അപ്പോൾ പരിചയമില്ലാത്ത സ്ഥലം കൂടിയല്ലേ. പിന്നെ 4:30 മഴയത്ത് എണീക്കുക. പിന്നെ ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള തൊഴിലായിരുന്നു. ആശാന്മാരായാലും അവിടെ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും തങ്ങുന്നുണ്ടോ എന്നുള്ളത്. കാരണം 4 മണിക്ക് വെല്ലടിച്ചാൽ 4:30 എത്തണമല്ലോ. ചിലപ്പോൾ അതിന് മുമ്പേ ആശാന്മാരുണ്ടാവും അവിടെ, കളരിയിലുണ്ടാവും. അത് പിന്നെ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ആദ്യത്തെ ഒരു കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നുള്ള ആ ബുദ്ധിമുട്ട്. പിന്നെ അത് റൊട്ടീനായ ഒരു എന്താ പറയുക, നേക്ക് ആയി. പിന്നെ അത് റെഗുലറായിട്ട് അങ്ങ് പോയി. ഈ 5 കൊല്ലം. കളിക്ക് കൊട്ടാൻ തുടങ്ങിയത് ഏത് കാലം മുതലാണ്? അരങ്ങേറ്റം കഴിഞ്ഞ് 4ാം വർഷം മുതലാണ്. അതായത് 94 കാലഘട്ടത്തിൽ മുതലാണ് കളിക്ക് കൊട്ടാൻ പുറത്ത് കളിക്ക് പോവുക. അതെ. അപ്പോൾ ആ ആശാന്മാരുടെ കൂടെ പിന്നീട് ഉണ്ണീഷാശാനാണ് ഒരു ദിവസം വിളിച്ചിട്ട്, അത് അതിൻ്റെ ഒരു സാഹചര്യം ഞാൻ പറയാം. ആശാൻ നിന്ന് എൻ്റെ സീനിയറായിട്ട് പഠിച്ച സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പുള്ളി മാത്രമേ കൊട്ടാറായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കൂടെ അന്ന് പഠിച്ചിരുന്നത്, ഒപ്പം ഉണ്ടായിരുന്നത് മാങ്ങാനം അരുണ്, കലാമണ്ഡലം അരുണ്. അപ്പോൾ അയാൾ ഒരു തൊട്ട് താഴെയാണ്.
പിന്നെ വന്നത്. ആയാലും കൊട്ടാൻ എല്ലാ ഇതിനും സുരേഷേട്ടനായിരുന്നു എല്ലാ ഈ കളിക്കായാലും എന്ത് കേസായാലും. അപ്പം അങ്ങനെ ഒരു ഇത് വന്നപ്പം ആശാൻ പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു തന്ന് അങ്ങനെ വന്നപ്പോഴാണ് നമുക്കൊരു എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു കൊട്ടാറായതല്ല, ഇത് എങ്ങനെ കൊട്ടിയാൽ ഇങ്ങനെ കൊട്ടിയാൽ ആവും എന്നുള്ളത് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്നാണ് മനസ്സിലായത്. അതായത് 4 അരങ്ങേറ്റം കഴിഞ്ഞിട്ട് അടുത്ത മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ സമയത്തൊക്കെ പുറത്ത് കളിക്ക് പോകാൻ പോയിട്ടുണ്ട്. ആശാന്മാരുടെ കൂടുതൽ പോയിരിക്കുന്നത് ഉണ്ണിശാസൻ്റെ കൂടെയാണ്. വിദേശത്തൊക്കെ കഥകളിക്ക് പോയിട്ടുണ്ടാവും? എത്ര സ്ഥലത്ത് പോയിട്ടുണ്ടാവും? വിദേശത്ത് ആദ്യമായി ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നത് ചൈനയ്ക്കാണ്. പിന്നെ ഇറ്റലി, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, പിന്നെ റീസെൻ്റായിട്ട് ഗ്രീസ്, പോർച്ചുഗൽ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മുടെ ഈ പഴയ കാലത്തെ കഥകളി ആശാന്മാർ, രാമൂട്ടി ആശാൻ അങ്ങനെയുള്ള ആൾക്കാരുടെ ഒക്കെ വേഷത്തിന് കൊട്ടാൻ സാധിച്ചിട്ടുണ്ടോ? ഒറ്റത്തവണ ബലരാമാശാൻ്റെ ഒപ്പം ആലുവ മണപ്പുറത്ത് ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിന് ആശാൻ്റെ കൂടെ അതുണ്ടായിരുന്നു. പിന്നെ കലാമണ്ഡലത്തിൽ ക്ലാസ്സിൽ ഈ വിസിറ്റിംഗ് പ്രൊഫസർമാരുടെ ചൊല്ലിയാട്ടം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അമ്മാവൻ്റെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ശരി. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ എന്താ ഉണ്ടായത്? കലാമണ്ഡലത്തിലെ കോഴ്സ് 95 കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും അവിടെ ഷോർട്ട് ടൈം കോഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം തങ്ങേണ്ടി വന്നു. അപ്പം എൻ്റെ അമ്മാവൻ അവിടെ അധ്യാപകനായതുകൊണ്ട് അവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടേഴ്സിൽ നിന്ന് 3 മാസം വെച്ചിട്ട് ചൊല്ലിയാട്ടത്തിന് പോരും. അങ്ങനെ 97 ആയപ്പോഴത്തേക്കും 97 ഓണ വെക്കേഷൻ മുമ്പ് പോകുന്ന അവിടെ നിന്ന് വരുന്നല്ല. കാരണം വരുന്നതല്ല, അതിനുള്ള കാരണം വരുന്നതല്ല. കലാമണ്ഡലം ഗോപിക്കുട്ടൻ ആശാൻ, മണ്ഡലത്തിൻ്റെ ആശാൻ മുമ്പ് പരിചയമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ചതൊക്കെയാണ്, സുഹൃത്തുക്കളാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ലേ, ക്ഷേത്രകലകളുമായിട്ട് ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ നന്നാവും. ഒരു കാര്യം ചെയ്യും, ക്ഷേത്ര കലാപീഠത്തിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കുകയും ഒരു പക്ഷേ അത് കിട്ടിയാൽ പൂർത്തിയാക്കി പെട്ടെന്ന് ജോലി തരാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അതായതുകൊണ്ട് അങ്ങനെ അവിടുന്ന് അപ്പം അമ്മാവനും അത് സമ്മതിച്ചു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഡിലേ വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ആ കാലഘട്ടത്തിൽ ഒരു പ്രായപരിധി ഉണ്ടായിരുന്നു, ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ ഞങ്ങൾക്ക് കൂടുതലായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെയോ അത് കിട്ടി. ആ കൂട്ടത്തിൽ കൂടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് വെന്നിമല രാജേഷ്, ഇപ്പോൾ കൊമ്പിൻ്റെ കുമ്പുവാദ്യകാരനായിട്ടുള്ള അയാൾ. പിന്നെ കുറച്ച് പേരുണ്ട്, വെന്നിമല 3-4 പേരുണ്ടായിരുന്നു അവിടെ എന്നോടൊപ്പം. അവിടെ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. കാരണം വരുന്നല്ല, അവിടെ ഏതാണ്ട് ആ വർഷത്തിൻ്റെ അവസാനമായപ്പോഴത്തേക്കും എംപ്ലോയ്മെൻറ്റിൽ ഒരു കാർഡ് വന്നു. തൃപ്പൂണിത്തുറയ്ക്ക് ആർമി കോളേജിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വെച്ചാൽ എംപ്ലോയ്മെൻറ്റിൽ വക വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ തവണ വന്നു, വീട്ടിൽ നിന്ന് അമ്മ കൊണ്ട് തന്നു, കലാപീഠത്തിലേക്ക് കൊണ്ട് തന്നു. അപ്പോഴേക്കും ഇപ്പോൾ ഒരു കോഴ്സ് തുടങ്ങണമല്ലേ ഉള്ളൂ. അപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് ശരിയല്ലോ, അതൊന്നും ആവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് അവോയ്ഡ് ചെയ്തു. പിന്നെ അടുത്ത മാസം പിന്നെയും വന്നായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ അന്നേരം ഞാൻ ചിന്തിച്ചത് ഞാനല്ലാണ്ട് വേറെ ആരും ഇല്ലേ. അന്ന് അവർ പറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പിന്നെ ഈ പോസ്റ്റ് ഡിപ്ലോമ ഉള്ളത് എനിക്ക് തോന്നുന്നു. അങ്ങനെ രണ്ടാമത് അവിടുന്ന് ആശാന്മാരോടൊക്കെ ചോദിച്ചു. ആശാന്മാരൊക്കെ പറഞ്ഞു എന്തായാലും പോകണം, പോയേ തീരൂ. ഇവിടെ എനിക്ക് മനസ്സിലാണെന്നോടെ ഞാൻ പോകണത് കേട്ടോ. കാരണം ഈ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല. എന്തായാലും ആശാന്മാരൊക്കെ നിർബന്ധിച്ചു. അവർക്കും അന്നൊന്നും അറിയില്ല ഇത് എന്താ. ഇപ്പോൾ ഇതിപ്പോൾ സ്ഥിരമാകുന്നുള്ള ധാരണയിലാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വിചാരിച്ചത്. ഇപ്പോൾ നമുക്കും പറഞ്ഞ അറിവുള്ള ആൾക്കാരില്ല. അച്ഛൻ 95 മരിക്കുകയും ചെയ്തു. അച്ഛൻ മരിച്ചത് കലാമണ്ഡലത്തിൽ പഠിക്കുന്ന സമയത്തല്ലേ വിനോദ? ഞാൻ കലാമണ്ഡലത്തിൽ 4ാം വർഷം പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടെ നിന്ന് കലാപീഠത്തിൽ നിന്ന് അറിവിലേക്ക് വന്നു. അതിന് ശേഷം ഇവിടെ നാട് വിട്ടു എന്ന് വേണേൽ പറയാം.
അങ്ങനെ RB കോളേജിൽ എത്ര നാൾ നിന്നു ആ സമയത്ത്? ആ ഒരു ടൈമിലേ ഉണ്ടായിരുന്നു ഉള്ളൂ. പിന്നെ ഒരു പ്രാവശ്യം എംപ്ലോയ്മെന്റ് വിളിച്ചപ്പോൾ അടുത്ത തവണ വിളിക്കണമെന്നില്ല. ഇത് വരും, റൊട്ടേഷൻ വരും, സീനിയോറിറ്റി വരും. പിന്നെ അടുത്ത് എന്താണെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് അപ്പോൾ അതിനുശേഷം കേരളം വിട്ട് ഹൈദരാബാദിലേക്ക് പോയി. അവിടെ എത്ര വർഷം ഉണ്ടായപ്പോൾ? അത് എനിക്കൊന്ന് ഏതാണ്ട് 8 കൊല്ലത്തോളം ഉണ്ടായി ഹൈദരാബാദിൽ തന്നെ. അതിൻ്റെ കാരണം ഇതാണ്, ബെല്ലാമാശാൻ മുഖാന്തരം റഹ്മാനുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനൊരു എന്താ നമ്മുടെ കോഴ്സിൻ്റെ ഇപ്പോൾ RLVയിലും ഇത്ര കാലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തായില്ലെന്ന് അറിയണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് RLV കോളേജിൽ ടെമ്പററി ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിന് വെളിയിലേക്ക് ജോലി കിട്ടിപ്പോയി എന്നാണ്. ഹൈദരാബാദ് എന്ന് പറഞ്ഞു. അത് എന്താണ് സ്ഥാപനം, അല്ലെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊന്ന് പറയാമോ? ഒരു വർഷമല്ല, ഒരു 2 മാസമേ തൃപ്പൂണിത്തുറ കോളേജിൽ ടെമ്പററി ആയിട്ട് അവസരം കിട്ടിയുള്ളൂ. അല്ല അത്രേ ഉള്ളൂ വരുന്ന സമയത്ത്. പിന്നീട് ഹൈദരാബാദിൽ ഒരു മലയാളി സംഘടനയുടെ സ്കൂള്, പേര് നവീന സാംസ്കാരിക കലാകേന്ദ്രം NSKK എന്ന് പറയും. അവിടെ ഈ പറഞ്ഞ ഹൈദരാബാദിൽ എവിടെ ആയിരുന്നു? ഹൈദരാബാദ് സെക്കന്ദരാബാദിന് അടുത്ത് ബാലനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു ആദ്യമായിട്ട് എത്തുന്നത്. അവിടെ നമ്മൾ എന്താ ചെണ്ട അധ്യാപകൻ എന്നുള്ള പോസ്റ്റിലാണോ? അതെ, ചെണ്ട അധ്യാപകൻ എന്നുള്ള പോസ്റ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഈ ചെണ്ട പഠിപ്പിക്കാൻ ഉള്ള ഒരു കാരണം വെച്ചാൽ കഥകളിയാണോ അതോ അല്ല മേളം പഠിപ്പിക്കലാണോ? അല്ല, എന്നോടൊപ്പം കഥകളിക്കും മറ്റേ തിമില, മദ്ദളം, കഥകളി സംഗീതം, മോഹിനിയാട്ടം, ഈ ഇത്രയും വിഭാഗങ്ങൾക്കുള്ള അധ്യാപകരെയും കൂടെ ചേർത്തിയാണ് അവിടെ. ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നപ്പോൾ? ചെണ്ടയ്ക്ക് ഞാൻ, മദ്ദളത്തിന് കലാമണ്ഡലം ശശി കല്ലുവഴി ഉണ്ടായിരുന്നു. ശശി. പിന്നെ പാട്ടിന് ശ്രീകുമാരേട്ടൻ, കലാമണ്ഡലം ശ്രീകുമാരേട്ടൻ. തിമിലയ്ക്ക് കലാമണ്ഡലം രാജേഷ്, നെടുമ്പൂര് രാജേഷ്. വേഷത്തിന് വള്ളൂർ ശിവദാസേട്ടൻ, കലാമണ്ഡലം ശിവദാസ്. മോഹിനിയാട്ടത്തിന് ദേവസേന ടീച്ചർ, കലാമണ്ഡലം ദേവസേന. ഇത്രയും പേരായിരുന്നു. കേശവേട്ടൻ്റെ ഭാര്യ. അവിടെ കഥകളി സ്കൂളായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതെ, കഥകളി സ്കൂളും അനുബന്ധ വിഷയങ്ങളും പഠിപ്പിക്കുക. അപ്പോൾ ഈ സ്കൂൾ ഇങ്ങനെ കലാപരിപാടികൾ ഏറ്റെടുത്ത് നടക്കൽ അങ്ങനെയുണ്ടോ? ശരിക്ക് ഒരു 9 to 4 എന്നാണ് സ്കൂൾ ടൈം. ആ സ്കൂൾ ടൈമിൽ ഏതോ 1 hour, 1 hour ഈ ഒരു കലാവിഷയം പഠിപ്പിക്കുക. അത് കഥകളിയാവാം, ചെണ്ടയാവാം, മദ്ദളാവാം, അങ്ങനെ. പിന്നെ എക്സ്ട്രാ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് പഠിക്കാം. അതിന് വേറെ ഫീസ് കൊടുക്കണം. കുറേ കുട്ടികളുണ്ടായിരുന്നു പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ? താല്പര്യം ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ച് അരങ്ങേറ്റം നാട്ടിൽ തൃപ്പൂണിത്തുറ 2 അവിടുന്ന് പഠിച്ചിട്ട് തൃപ്പൂണിത്തുറ വന്ന് താമരശ്ശേരി അമ്പലത്തിൽ വെച്ചിട്ട് അവർ കുട്ടികളല്ല, അന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിരുന്നു അവിടുത്തെ. ഇവിടെ കൊണ്ട് കൊട്ടിച്ചിരുന്നു. പിന്നെ ഒരു ഗുരുവായൂർ വെച്ചിട്ടൊരു ചെറിയ കുട്ടി, 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അകത്ത് ക്യാമ്പ് കൊട്ട അവസരം ലഭിച്ചു. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികൾ ഇത് പഠിച്ച് അരങ്ങേറ്റം നടത്തൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല? ഉണ്ടായി. അതാ പറഞ്ഞാൽ ഗുരുവായൂർ വെച്ചിട്ട് ഒരു അരങ്ങേറ്റം ഉണ്ടായി. പിന്നെ സ്കൂളുകൾ, ഞാൻ ജോലി ചെയ്തിരുന്ന സ്കൂള് പറഞ്ഞ മാതിരി കഥകളി കുറവായിരുന്നു. ഈ എന്താ പറയുക, ഈ അയ്യപ്പ സീസൺ സമയത്ത് നിരവധി പ്രോഗ്രാമുകൾ വെക്കും. നാട്ടിൽ നിന്ന് ആൾ വന്നിട്ട് ചെയ്യും. ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് അവിടെ ഉണ്ട് ഓൾറെഡി. നിങ്ങളും കൂടെ കൂടി വേണം. ഇത് പഞ്ചവാദ്യം ഉണ്ടാവും, താമ്പ ഉണ്ടാവും, മേളം ഉണ്ടാവും, അങ്ങനെ. പിന്നെ അതല്ലാണ്ട് ഈ ചെറിയ ചെറിയ അടിയന്തര അമ്പലങ്ങൾ, ഉത്സവങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഇവരെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിവിടെ കണക്കാക്കി ഉള്ള കുറച്ച് ആൾക്കാരെ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെയായിരുന്നു അവിടെ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും പോന്നു അവിടുന്ന്. അവസാനം ഞാൻ എത്ര വർഷം ഹൈദരാബാദിൽ നിന്നു? ഞാനൊരു 7 വർഷം. 7 വർഷം ഹൈദരാബാദിൽ തന്നെയായിരുന്നു. അവിടുന്ന് പിന്നീട് പോന്നു. അതെ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ജോലി ആയിട്ട് പോകുന്നതാണോ അതോ അല്ലാണ്ട് തൽക്കാലം അവിടെ നിന്ന് നിർത്തിപ്പോരുക? ഉണ്ടായത്. അതെ. പിന്നെ മുമ്പോട്ടൊന്നും നോക്കിയില്ല. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കലാമണ്ഡലത്തിൽ 5-6 വർഷത്തോളം ഉണ്ടായിരുന്നു അഭ്യാസകാലം. അതിനുശേഷം വൈക്കത്ത് ക്ഷേത്രകലാപീഠത്തിൽ പോയി. പിന്നെ RLV കോളേജിൽ അധ്യാപകനായിട്ടും പോയി. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ അവിടുത്തെ അഭ്യാസ രീതിയും ഒക്കെ അതൊന്ന് പറയാൻ പറ്റുമോ? അഭ്യാസ രീതി കൃത്യമായിട്ട് പറഞ്ഞാൽ കലാമണ്ഡലത്തിലെ അഭ്യാസ രീതി തന്നെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ വെളുപ്പാങ്കാലത്തുള്ള സാധകം മുതൽ രാവിലത്തുള്ള സമയത്തിലാണ്
വിഷയങ്ങൾ പഠിപ്പിക്കുന്നത്. ഉവ്വ്. പിന്നെ സ്കൂളുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 3 തൊട്ട് 5 വരെ അല്ലേ ഏറ്റവും ബെസ്റ്റ് സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്, ഈ രാവിലെ തൊട്ടുള്ള ഉച്ച വരെയുള്ള സമയങ്ങൾ. വൈക്കത്തും അതേപോലെ തന്നെ. വൈക്കത്ത് ഇത് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. രാവിലെ സാധകത്തിന് എണീച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ പക്ഷേ വൈക്കത്ത് കൂടുതൽ വിഷയങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമല്ല, 10 വിഷയങ്ങൾ തൊട്ട് പഞ്ചായത്ത് എടുക്കുന്ന ഒരു വിദ്യാർത്ഥി പഠിക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് എല്ലാത്തിനും സാധനം ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവീണ്യം ഉള്ള ആളെ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു വിഷയത്തിൽ എടുത്ത് മുമ്പോട്ട് പോകും. ശരി ശരി ശരി. പിന്നെ ഉള്ള തൃപ്പൂണിത്തുറ ഇത് പറഞ്ഞ മാതിരി കോളേജല്ലേ, ഇത് പറഞ്ഞ പോലെ സാധനം ചെയ്യാനോ സാഹചര്യങ്ങളൊന്നുമില്ല. 10 to 4 ഈ പറഞ്ഞ 1 hour ഓരോ മണിക്കൂറുള്ള ക്ലാസ്. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു എന്താ പറയുക, ചെണ്ടയുടെ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത പീരീഡ് ചിലപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ആയിരിക്കും. ഇംഗ്ലീഷും മലയാളം പഠിക്കണം, BA ഡിഗ്രി അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കണ്ടിന്യൂഷൻ അങ്ങ് നഷ്ടപ്പെടില്ല. നമ്മൾ തുടർച്ചയായിട്ട് വിഷയം പഠിക്കുമ്പോൾ തുടർച്ചയായിട്ട് പഠിക്കുകയാണെങ്കിൽ അതെൻ്റെ ഒരു കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ആ ഒരു രീതി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല RLV കോളേജിലെ പഠിത്തം. അത് സമയത്തിൻ്റെയും പിന്നെ അവിടുത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കോളേജല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ തൊഴിലുണ്ടായി ഇറങ്ങുന്ന ആൾക്കാർ RLV മാത്രം പഠിച്ചവർ വളരെ ചുരുക്കമായിരിക്കും. ഹൈദരാബാദിന് പോകുന്നു. ഹൈദരാബാദിൽ പോയി 7 വർഷം അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ എന്താണ് നമ്മൾ ചെയ്തത്? അത് പറഞ്ഞ പോലെ പിന്നീടും തുടർച്ചയായിട്ട് തൃപ്പൂണിത്തുറ കോളേജിൽ തന്നെ എത്തിപ്പെട്ടു. ശരി ശരി ശരി. അത് യാദൃശ്യമായിട്ടുള്ള സംഭവമാണ്. ഞാനിവിടെ വന്നിട്ട് മറ്റേ +2 കഴിഞ്ഞത് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ. അതിന് ഇവിടെ വന്ന് BA സോഷ്യോളജി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ എറണാകുളം എടപ്പള്ളി എക്സാമിന് പോകുന്ന വഴിക്കാണ് അവിടെ ശ്രീകുമാർ അശോകനോട് വിളിക്കണം. ചേട്ടാ ഇന്ന് അവിടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, പോകാൻ പറ്റുമോ ചോദിച്ചു. അത് ഞാൻ പരീക്ഷയ്ക്ക് പോകില്ല, അത് ഉച്ചയ്ക്കല്ലേ, രാവിലെ അവിടെ വന്ന് അറ്റൻഡ് ചെയ്ത് പോകും. അങ്ങനെ വന്നു, അവിടെ വന്നു ജസ്റ്റ് അറ്റൻഡ് ചെയ്തു. യാദൃശ്യമായിട്ട് വന്നു. ആ വർഷം 2009 കിട്ടി. പിന്നെ തുടർച്ചയായിട്ട് 16 വർഷം RLVയിൽ ജോലി ചെയ്യാൻ പറ്റി. ടെമ്പററി ആയിട്ട് പിന്നെ വേണ്ടി വന്നില്ല. ഇല്ല. അവിടുത്തെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കോളേജ് ശൈലിയിലുള്ള പഠിപ്പിലൊക്കെ തന്നെയുള്ളൂ. അല്ല, അതിനുള്ള സമയം കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും കുറേ കുട്ടികൾ നിങ്ങളെ ശിഷ്യന്മാരായിട്ട് കൊട്ടാറായി ഇറങ്ങിയെന്ന് തോന്നുന്നു. ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിനോദ് ചെല്ലുന്നതിന് മുമ്പ് അവിടെ ആരായിരുന്നു അധ്യാപകൻ? രാമൻ നമ്പൂരാശൻ. പിന്നെ ശ്രീകാന്ത് ഒക്കെ അവിടെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അശോകം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും വിവാഹം അങ്ങനെ ഒരു കുടുംബസ്ഥനായോ ആ സമയമാകുമ്പോഴേക്കും? കുടുംബസ്ഥനതിന് മുമ്പായി. അതായത് 2003 വിവാഹം കഴിച്ചു. അതും അവിടുന്നാണ്, ഹൈദരാബാദിൽ നിന്നാണ് വിവാഹം കഴിക്കേണ്ടത്. അവിടെ അവർ സെറ്റിൽഡ് ആയതുകൊണ്ട് അവിടുന്ന് വിവാഹം കഴിച്ചു. അവർക്കവിടെ ജോലി ഉണ്ടായിരുന്നു. ആദ്യം ചോദിക്കേണ്ടായിരുന്നു, വീട്ടിലെ ബാക്കി വിവരങ്ങളൊന്നും ചോദിച്ചില്ല. അതൊന്ന് കുടുംബ പശ്ചാത്തലങ്ങളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ആദ്യം പറഞ്ഞു അച്ഛൻ കൂട്ടുകാരനായിരുന്നു പറഞ്ഞു, മുത്തച്ഛനും അമ്മയുടെ അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞു. എങ്കിലും ബാക്കി വീട്ടിലെ വിവരങ്ങൾ കൂടെ ഒന്ന് അച്ഛന്, അമ്മ, ഭാര്യ, അനിയൻ, അങ്ങനെയുള്ള മക്കൾ ഒക്കെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അച്ഛൻ പറഞ്ഞല്ലോ 95 മരിച്ചു. പിന്നെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ജോലി ഉണ്ടായിരുന്നു. അതങ്ങനെ അന്ന് എനിക്ക് 16 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയ്ക്കത് കൊടുത്തു. അമ്മ അവിടുന്ന് റിട്ടയർഡായി. അച്ഛൻ്റെ ജോലി അമ്മയ്ക്ക് കിട്ടി. അതെ. പിന്നെ ഭാര്യ, 2 മക്കള്. മൂത്താള് +2 പഠിക്കുന്നു, മോനാ. രണ്ടാമത്തെ മോള് 6. മോനെ കൊട്ട് പഠിക്കുന്നുണ്ടോ? അത് തുടർച്ചയായിട്ടുള്ളൊരു പഠനം ഇല്ല. സ്കൂളും തിരക്കും കാരണം അതിലും തുടങ്ങി. പിന്നെ അനിയൻ കലാഫീൽഡിലേക്കൊന്നും വന്നില്ല? ഇല്ല, തുടക്കത്തിലൊക്കെ ചെറുത്തിലൊക്കെ മേളത്തിനൊക്കെ അതിലൊരു ആർഷായിട്ടൂടെ താളം പിടിക്കാനും ആദ്യം കുറേ കാലം കർണാടക സംഗീതം പഠിച്ചു, കുറച്ചു കാലം. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഓടക്കുഴൽ പഠിക്കാൻ അച്ഛനുണ്ടായിരുന്ന സമയത്ത് പിന്നെ പ്രൊഫഷണലായിട്ട് അങ്ങ് എന്താ പറയുക പഠിക്കാൻ പോയി. BCom MCom ഒക്കെ പഠിച്ച് ബാങ്കിൽ ജോലിയായി. ഏത് ബാങ്കിലാണ്? ഇപ്പോൾ കാനറ ബാങ്കിൽ അസിസ്റ്റന്റ് AGM ആണ് ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ. ചെന്നൈയിലാണ് വർക്ക് ചെയ്തത്. വെന്നിമല, അമ്മയുടെ തറവാട് വെന്നിമലയാണെന്ന് പറഞ്ഞു.
അതെ. അവിടെ ഉണ്ടായിരുന്ന പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നാടാണ് വെന്നിമല എന്ന് കേട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ, പേര് ഓർമ്മയുണ്ടോ? ഓർമ്മ വെച്ച കാലത്തുള്ള കലാകാരന്മാരെയും ഗുരുക്കന്മാരെയും ഓർമ്മയുണ്ടോ? ഒന്ന് രാമവരാശൻ, ബാബുവാശൻ. ഈ രാമവരാശൻ മദ്ദളം ആയിരുന്നു, പഴയ ആളാണ്. ബാബുവാശൻ. പിന്നെ എന്താ ബന്ധുക്കളായിട്ട് കലാപുരം ഉണ്ണിച്ചേട്ടൻ. പിന്നെ ഉണ്ടല്ലോ ശശിയേട്ടൻ, ഒരു ബന്ധുവും കൂടെയാണ്. പിന്നെ എന്തെന്നാ അവിടെ ഒരു പഴയ കൊമ്പുകാരനൊരു പൊക്കം കുറഞ്ഞൊരു രാജചേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പഴയ കാലത്തെ കൊമ്പുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പം കൊമ്പുകാരനാണ്, വെന്നിമല രാജേഷ് എന്ന് പറയും. അത് വൈക്കത്തെ കലാപുരത്തെ അധ്യാപകനും കൂടെയാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടുകാരും പറയുമ്പോൾ ബന്ധുക്കളും ഒക്കെയാണ്. ഒരുപാട് കലാകാരന്മാർ ഉള്ള. അതുപോലെ തന്നെ വെന്നിമല നമ്മുടെ ഷഡ്കാല ഗോവന്മാരുമായിട്ടൊരു ബന്ധം ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, അല്ലെ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല, അത് ഷഡ്കാല ഗോവന്മാരുടെ ജന്മസ്ഥലം വെന്നിമലയാണെന്നാണ് കേട്ടിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം രാമാങ്കലത്ത് പോയി താമസിച്ചതും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ദേശാടനമായിട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ കഥ കേട്ടിട്ടുണ്ട്. അമ്മ എന്ന് പറഞ്ഞപ്പോഴും അമ്മയുടെ പേര് പറഞ്ഞില്ല, ഒന്ന് പരിചയപ്പെടുത്തിയില്ല. അമ്മയുടെ പേര് ആനന്ദവല്ലി അമ്മ. അപ്പം ദിവസം ബോർഡിൽ റിട്ടയർഡായി. ദേവസ്വം ബോർഡിലായിരുന്നു, റിട്ടയർഡായി. ശരി. പിന്നെ അനിയൻ ബാങ്കിലാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര്? അനിയൻ വിനീത്. കുടുംബം, ഭാര്യയുടെ പേര്? ഇന്ദുലേഖ. ഹൈദരാബാദ് സെറ്റിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അച്ഛനമ്മക്ക് നാട്ടിലുണ്ട്. കോഴിക്കോട് വടകരയാണ് വീട്. ഓക്കെ. പിന്നെ ഈ വെന്നിമലയിലുള്ള പ്രശസ്തരായ വേറെ കലാകാരന്മാരെ കുറിച്ചൊന്ന് ഓർമ്മയുണ്ടോ ആരുടെയൊക്കെ പേര്? രാമരാശൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ ഈ സതീഷ്, വെന്നിമല സതീഷ് പഞ്ചവാദ്യം, പിന്നെ വെന്നിമല അനു മദ്ദളം. ഞാൻ കലാവിൽ പഠിക്കുന്ന സമയത്ത് കുറച്ചു കാലം കലാവിൽ മദ്ദളം അഭ്യസിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആളും കൂടിയാണ്. ഇടയ്ക്ക് കാണുകയും ചെയ്യും, സൗഹൃദമുള്ള ആളാണ്. നല്ല പേരുള്ള ആളാണ്, ഇപ്പോൾ വെന്നിമലയെന്ന് അറിയപ്പെടുന്ന ആളാണ്. ശരി ശരി ശരി. പിന്നീട് ഈ RV കോളേജിൽ ഏതാണ്ട് 16 വർഷത്തോളം ജോലി ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നിലവിലൊരു ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലത്തിൽ താൽക്കാലിക ജീവനക്കാരനായിട്ട്. അത് ഏതമ്പലത്തിലാണ്? തിരുവല്ലയ്ക്ക് അടുത്ത് അഴിയെടുത്തീറ എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. അവിടെ നമ്മൾ അടിയന്തരക്കാരനാണോ? അടിയന്തരം എല്ലാം ഉണ്ട്. എല്ലാ ജോലിയും ചെയ്യണം. അതിൽ പകരം ഇപ്പം ഓരോ സമയത്ത് ആളില്ലാന്നുണ്ടെങ്കിൽ ഈ പരിപാടികൾക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ അമ്പലത്തിൽ ജോലിയായിട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? പകരം ഒരാളവിടെ ഉണ്ടാവണം, അമ്പലത്തിലെ കാര്യമല്ലേ. അതിനനുസരിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പരിപാടിക്ക് പോകും. എന്നാലും കളിക്ക് പോകാറുണ്ട് ധാരാളം എന്നൊന്നും പറയാൻ വയ്യ. അത്യാവശ്യം പരിപാടികൾക്ക് പോകാറുണ്ട്. സ്വതേ ഇപ്പം കളിക്ക് കൊട്ടാൻ ആൾക്കാർ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് തന്നെ വേദികൾ കുറവാകും. അതുകൊണ്ട് ഇഷ്ടംപോലെ നമ്മളെക്കാളും കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ കലാമണ്ഡലത്തിൽ ഒപ്പം പഠിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ചിരുന്ന നമ്മുടെ ആശാന്മാർ, ഇവരൊക്കെ ആയിട്ട് ആ പഴയ ഒരു സൗഹൃദം ഇപ്പോഴും ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിപ്പോൾ ബെല്ലാമാശാനായിക്കോട്ടെ, വർണ്ണാശേഷം മൂസാശാനും മരിച്ചവരും നമുക്ക് എല്ലാ ആശാന്മാരുമായിട്ട് കണക്ഷനും ബന്ധവും സഹകരണവും ഉണ്ട്. കാണാറുണ്ട്, കാണാറുമുണ്ട്. അവരുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ അന്വേഷിക്കലുണ്ട്. അതെ. ശരി ശരി. പഴയ സുഹൃത്തുക്കളെ കാണാറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നോടൊപ്പം കലാമണ്ഡലത്തിൽ കോഴ്സും ചേർന്നതും പൂർത്തിയാക്കിയതും കലാമണ്ഡലം അരുണ് വാങ്ങാനും. പിന്നെ എൻ്റെ ഒപ്പം വന്നത് സദനം ശിവകുമാറാണ് പിന്നുള്ളത്, ഈ ഫീൽഡിലുള്ളത്. പിന്നെ ഉണ്ടായിരുന്നൊരു വിജേഷ് എന്ന് പറയും, മറ്റേ പറശ്ശിനിക്കടവ്, അതെ, അമ്പലത്തിലാണ് ജോലി. ഇപ്പോൾ ഇത്ര പേര് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേഷത്തിനായിട്ട് ഷൺമുഖദാസ്, കനകൻ, അങ്ങനെയുള്ളവരായിരുന്നു. ഷൺമുഖദാസ് നിങ്ങൾ ഒരേ കാലത്ത് പഠിച്ചതാണ്? പിന്നെ അന്ന് പഠിച്ച കാലത്തുണ്ടായിരുന്ന അനവധി സുഹൃത്തുക്കൾ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ താങ്കൾ, പിന്നെ കലാമണ്ഡലം ശ്രീകാന്ത്, കലാമണ്ഡലം കേശവൻകുട്ടി, ശ്രീകുമാർ, കലാമണ്ഡലം അശോകൻ, അങ്ങനെ പലരും. പെട്ടെന്ന് പേരുകൾ നിരവധി ഉണ്ട്. ഈ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന ആ ഒരു കാലഘട്ടം, ആദ്യം പറഞ്ഞു തീരെ ചെറുപ്രായത്തിൽ കലാമണ്ഡലത്തിൽ ചെന്നു, ആ ഒരു
നമ്മൾ കൗമാരത്തിലേക്ക് കിടക്കുന്ന ആ ഒരു കാലത്തൊക്കെ കലാമണ്ഡലത്തിൽ തന്നെയായിരുന്നു. ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുന്നു, അങ്ങനെ എന്തെങ്കിലും വിശേഷാൽ ഓർത്തിരിക്കാൻ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ആലോചിക്കുമ്പോൾ മഹാ അത്ഭുതം എന്ന് ഞാൻ പറയുള്ളൂ ആ കാലഘട്ടത്തിൽ. കാരണം ആദ്യത്തെ ഒരു വർഷം ഉണ്ടായിരുന്നുള്ള ആ ബുദ്ധിമുട്ട് എന്താണെന്നറിയാൻ വെച്ചാൽ പെട്ടെന്ന് വിട്ടുപോരല്ലേ വീട്ടിൽ. പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അത് തരണം ചെയ്തു. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും സീനിയർമാരൊക്കെ വളരെയധികം സഹായിക്കുക ചെയ്തു. ഈ പറഞ്ഞ കൊട്ടിൻ്റെ കാര്യത്തിലായാലും സാധനത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൊല്ലം ഇപ്പോൾ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഹോം സിക്നെസ് ഉണ്ടായിരുന്നു, അതെനിക്കും ഉണ്ടായിരുന്നു. ഈ വിനോദമൊക്കെ പഠിക്കുന്ന കാലത്ത് കലാമണ്ഡലത്തിൽ പല സിനിമയുടെ ഷൂട്ടിങ് നടന്ന കഥയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തല കാണിക്കാനോ അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആദ്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കമലതള. അതിന് താഴത്ത് തല ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ആ സമയത്ത് ഉണ്ട് അവിടെ ഇതിൽ മൊത്തത്തിലും ഉണ്ട്. പിന്നെ അതിന് നിരവധി ഷൂട്ടിങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിനുശേഷം സീരിയലിലോ മറ്റോ അഭിനയിക്കാൻ പോയിട്ടുണ്ട്, കൊട്ടാനോ? അത് ശരിക്കും ഞാൻ അഭിനയിക്കാൻ പോയതല്ല. അത് അപ്പുകുട്ടി പൊളാശാൻ്റെ ഒരു ഡോക്യുമെൻ്ററി എന്നാൽ ഈ ദൂരദർശൻ മാത്രമുള്ളൊരു കാലഘട്ടമല്ലേ. അപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറാണ് അതിൻ്റെ സംവിധായകൻ. ഗണേഷ് കുമാർ, ആശാന്, മിനി നായർ, കൃഷ്ണപ്രസാദ്, അങ്ങനെ കുറേ ആൾക്കാരാണ്. അപ്പോൾ അത് 12 എപ്പിസോഡായിട്ട് പറ്റാണ് അന്ന് ഈ ദൂരദർശൻ്റെ സീരിയൽ എല്ലാ ഞായറാഴ്ചകളും. അപ്പോൾ അമ്മാവൻ പറഞ്ഞ നീ ഒരു കാര്യം ചെയ്യും, വെക്കേഷൻ സമയത്ത് പറ്റിയാണ്. അദ്ദേഹം ഇടയ്ക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ട് രാവിലെ കലാമണ്ഡലത്തിൽ നിന്ന് അവർ വന്ന് വണ്ടി കൊണ്ടുപോകും, നീ പോവുക, ഇടയ്ക്കായിട്ട് ആശാൻ ഇടയ്ക്ക് പുറത്ത് കൊടുക്കുക, അത് കഴിഞ്ഞ് വൈകിട്ട് ആശാൻ്റെ ഒപ്പം പോരുക. അങ്ങനെ കുറേ നടന്ന് പോയി. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു റോള് അഷ്ടപതി പാടുന്ന ഒരു രംഗത്തിൽ ഞാൻ ഇടയ്ക്ക് കൂട്ടുന്നത്. അദ്ദേഹം പാടുന്നു, നമ്മൾ ഇടയ്ക്ക് കൂടുന്നു. ഇപ്പോൾ ഗണേഷ് കുമാറും ഉണ്ട് അവിടെ. അത്ര ഒരു ചെറിയൊരു ആ സീരിയലിലൊക്കെ ടി വിയിൽ വന്ന് നമ്മൾ കണ്ടോ? അതൊക്കെ ശേഷം കണ്ടു. നാട്ടിൽ വന്നപ്പോഴത്തേക്ക് 2ാമത്തെ എപ്പിസോഡിൽ തന്നെ സാധനം വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമക്കാരനായി. ഓ, കമലതളത്തിലും ഷൂട്ടിങ് സമയത്തൊക്കെ നമ്മളുണ്ട്. അതുപോലെ കലാമണ്ഡലത്തിൽ എന്താ ഈ ഹരിഹരൻ്റെ അന്നത്തെ ഒരു സിനിമ വിനീത് കഥകളിക്കാരനായിട്ട് അഭിനയിക്കുന്ന ഒരു പരിണയം, അതിലൊക്കെ കലാമണ്ഡലത്തിലുള്ള കുറേ ആൾക്കാർ. വേറെ അങ്ങനെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും വിശേഷാൽ ഓർത്തിരിക്കാൻ കലാമണ്ഡലത്തിൽ നിന്ന് എന്തെങ്കിലും സംഭവങ്ങൾ? വിശേഷാൽ അടുത്ത പഠനം തന്നെ വേറെ പ്രത്യേകിച്ച്. അതായത് 3 വർഷത്തിന് ശേഷമുള്ള വളരെ ആസ്വദിച്ച് അവിടെ നിൽക്കാൻ സാധിച്ചു. നേരത്തെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാമെന്നായിരുന്നു. പിന്നെ അത് വെക്കേഷൻ ആയാലും വരാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ 2-3 വർഷം വേണ്ടി വന്ന ആ ഒരു നമ്മുടെ ഗൃഹാതുരത്വം മാറാനും അല്ലെ ബാലാരിഷ്ടം മാറാനൊക്കെ? അല്ല, ആദ്യത്തെ 1 വർഷം കൊണ്ടത് മാറി. പിന്നെ ഈ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ അരങ്ങേറ്റം ആയപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആദ്യം. അതാണ് ആശാൻ അത് സീരിയസ് ആയിട്ട് അതിൽ വിജയേഷ് ആശാനും എല്ലാ ആശാനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു കൃത്യമായിട്ട്. പിന്നെ രാജനാശനായാലും മുസാശാനായാലും ചെല്ലാട്ടത്തിന് പോയാലേ ചെല്ലാട്ടത്തിനായിരുന്നു അവർ ഞാൻ പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരുവിധപ്പെട്ട വലിയ ആശാന്മാരുടെ കൂടെയൊക്കെ അരങ്ങത്ത് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉദ്ദേശം ചെണ്ടയും വേഷവും ഒക്കെ. വാരണാസി ആശാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉള്ള സമയത്ത് ഞാൻ അവിടുത്തെ ഏറ്റവും സീനിയറായിട്ടുള്ള ആശാൻ കണ്ടത് വാരണാസിയാണ്. പിന്നീട് വെല്ലാശാൻ, രാജാശാൻ, ഉണ്ണീഷാശാൻ, മൂസാശാൻ, വിജയേഷാശാൻ, അമ്മാൻ, അങ്ങനെ എല്ലാവർക്കും കലാണ്ട് പഠിക്കുന്ന സമയത്ത്. നമ്മുടെ സിനിമാ നടനായിരുന്ന കേശവാശാൻ്റെ കൂടെയൊക്കെ കൊട്ടിട്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ ഈ വലിയ ആശാന്മാരുടെ വേഷക്കാരാശാന്മാരുടെ കൂടെയും കൊട്ടാൻ സാധിച്ചിട്ടുണ്ട്. രാമനാരാശാൻ്റെ പറഞ്ഞ മാതിരി ആല് വെച്ചിട്ട് ഒരു ബലരാമാശാൻ്റെ ഒപ്പം ഒരു ഉത്ഭവത്തിന് കൂടിയിട്ടുണ്ട് വർഷങ്ങൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കലാമണ്ഡലത്തിൽ പഠിച്ചു, വൈക്കം ക്ഷേത്ര കലാമണ്ഡലത്തിൽ പഠിച്ചു. പിന്നെ ഇല്ലല്ലോ, എങ്കിലും 2 വർഷം അവിടെ പഠിച്ചു. 1 വർഷമേ പഠിച്ചുള്ളൂ. ആ സമയങ്ങളിൽ നമ്മൾ ഈ ചെണ്ട, മദ്ദളം, കൊമ്പ്, ഇടയ്ക്ക, കളവെഴുത്ത്, സോപാന സംഗീതം, അതുപോലെ അമ്പലത്തിലകത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഈ 1 വർഷം കൊണ്ട് കുറേയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ചെറുതായിട്ട് അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് അതിനുള്ള സമയം കിട്ടിയില്ല.
അപ്പോഴേക്കും ആർഎൽവിയിലേക്ക് അധ്യാപകനായിട്ട് പോകേണ്ടി വന്നു. അതെ. പിന്നീട് ആർഎൽവി കഴിഞ്ഞ് ഹൈദരാബാദിൽ അധ്യാപകനായിട്ട് പോയി. അതെ. വീണ്ടും തിരിച്ച് ആർഎൽവിയിൽ വന്ന് ജോലി ചെയ്തു. ഇപ്പോൾ അമ്പലത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പം അമ്പലത്തിൽ ജോലി ചെയ്യുമ്പോൾ ഈ നമ്മൾ പഠിച്ച ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ജോലിയാണോ ചെയ്യുന്നത്? അല്ല, അവിടെ അങ്ങനൊരു ഇതില്ല. അതായത് ഉത്സവ സമയത്തും അതുപോലുള്ള പ്രത്യേകത വരുന്ന സമയത്തും മാത്രമല്ല നമ്മൾ പഠിച്ച തൊഴിലായിട്ടുള്ള ബന്ധം വരുന്നുള്ളൂ. ആനുകൂല്യം മറ്റുള്ള അടിയന്തര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നും അവസരവും ഒക്കെ ഉള്ളൂ. ഈ കളിക്ക് മാത്രമേ പോകലുള്ളൂ അതോ അല്ലാതെ മേളത്തിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകലുണ്ടോ? കൂടുതലും കളിക്കാൻ പോകാറുള്ളൂ. പിന്നെ എൻ്റെ നാട്ടിലേക്ക് പറഞ്ഞാൽ പ്രത്യേകതരം ഒരു സന്ധ്യക്കൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് ആരെങ്കിലും വിളിച്ചാൽ അത്യാവശ്യം പോകും. അത്രേ ഉള്ളൂ. അച്ഛനുണ്ടായിരുന്ന കാലം ഒരു എന്നെ കൊണ്ടുപോയിരുന്ന ആ ഒരു പരിചയം വെച്ചിട്ട് പോകും. പിന്നെ മറ്റുള്ള മേളങ്ങൾക്കൊന്നും കൂടുതലും പോകലില്ല. പോയിട്ടുണ്ട്. പക്ഷെ അത് കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു റൂട്ട് അറിയാത്തത് കൊണ്ട് തൽക്കാലം അതായിട്ട് മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ. ഈ നമ്മൾ എന്താ 10-30 വർഷം ആയിട്ടുണ്ടാവും ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ ചെണ്ട പഠിക്കാൻ പോയത് നന്നായെന്നോ മോശമായെന്നോ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചെണ്ട പഠിച്ചതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും പോകാനും സാധിച്ചത്. അതിപ്പോൾ എൻ്റെ കലാമത്തിൽ നിന്ന് തുടങ്ങി വൈക്കത്തെത്തിയത് അതുകൊണ്ടാണ്. തൃപ്പൂണിത്തുറ ആർഎൽവിയിൽ എത്തിയത് കൊണ്ടാണ്. പിന്നെ ഹൈദരാബാദിലേക്ക് എത്തിയത് അതുകൊണ്ടാണ്. ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഭാഗ്യം തന്നെയാണ്, തർക്കമില്ല. ഞാൻ ചെണ്ട പഠിച്ചതുകൊണ്ട് മോശമായി ഉള്ളൊരു അഭിപ്രായം എനിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കമായിട്ട് എല്ലാം കൊണ്ടും നന്നായി എന്നേ പറയാനുള്ളൂ. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴും ഒക്കെ ഒത്തിരി അനുഭവങ്ങളാണല്ലോ ഇതിനകത്ത് പ്രധാന കാര്യം. നമ്മുടെ ഈ തൊഴിൽ പഠിച്ചുകൊണ്ട് ഇപ്പോൾ ചെണ്ട ആയിക്കോട്ടെ, മന്ത്രമായിക്കോട്ടെ, നിങ്ങളായിട്ട് എന്തായിക്കോട്ടെ, ഇതൊക്കെ പഠിച്ചുകൊണ്ട് പല സ്ഥലത്തും പോകാനുള്ള ഒരു പിന്നെ ഇതും ഒരു ഇടയ്ക്കൊരു ബ്രേക്ക് ആണെങ്കിലും 7-8 കൊല്ലം ബ്രേക്ക് വന്നു ഈ ഹൈദരാബാദിലേക്ക് പോയ സമയം. നാടുമായിട്ടുള്ളൊരു ബന്ധം കിട്ടും. നാടുമായിട്ട് ബന്ധമുണ്ട്, പക്ഷേ ഈ തൊഴിലുമായിട്ടുള്ള ബന്ധമാണല്ലോ. അവിടെ പഠിപ്പിക്കുന്നുണ്ട്, കീഴിൽ പഠിപ്പിക്കുന്നുണ്ട്, തായ്മ പഠിപ്പിക്കുന്നതല്ലാണ്ട് അവിടെ ഒരു കഥകളിയായിട്ടൊന്നും അങ്ങനെ കഥകളി ഫീൽഡുമായിട്ട് കുറച്ചൊരു അകലം വന്നു ആ സമയത്ത്. അതെ, അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൂടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു നമ്മളെ ആൾക്കാർ അറിയാൻ വയ്യാത്തൊരവസ്ഥയൊക്കെ വരും ചിലപ്പോൾ. വന്നിരുന്നു. ഇപ്പോഴെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല, കുറച്ചൊക്കെ മാറി. വേറെ ഇനി ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന രീതിയിൽ പറയാൻ? മെല്ലെ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ തിരക്കേടില്ല. ഈ പറഞ്ഞ സാമ്പത്തികത്തിൽ നമ്മൾ അത്രമാത്രം ഉയർച്ചയില്ലെങ്കിൽ പോലും ആത്മസംതൃപ്തിയുണ്ട്. കളിക്കൊട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണത് കൈകാര്യം ചെയ്യാൻ താല്പര്യമുള്ളത്. അതൊരു നല്ലൊരു സുഖമായിട്ടുള്ള അനുഭവമാണ് ഇത്രയും കാലത്ത് എനിക്ക് തന്നത് ഈ കൊട്ടുകൊണ്ട്, അല്ലെങ്കിൽ കഥകളി ഫീൽഡിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇത്ര സമയം താങ്കളുടെ വിലയേറിയ സമയം ഈ ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിന് വളരെ നന്ദി, സന്തോഷം. ഒപ്പം തന്നെ ഈ കളിമേള സഞ്ചാരത്തിൻ്റെ പ്രയാണത്തിൽ പ്രിയ ഗുരുനാഥനായ ഉണ്ണീഷാശാൻ എൻ്റെ സ്വന്തം, എനിക്ക് തോന്നുന്നു സ്വന്തം ഒരു ആലോചന ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തുടങ്ങി ആ പ്രയാണത്തിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ മാതിരി പഴയ കാലത്തുള്ള അനുഭവം, പഠിച്ച കാലത്തെ അനുഭവങ്ങളും ഗുരുനാഥന്മാരുടെ ഓർമ്മകളും ഓർമ്മിക്കാനും എനിക്ക് അവസരം തന്ന ഉണ്ണീഷാശാനോടും മറ്റു ഗുരുക്കന്മാരോടും എൻ്റെ സുഹൃത്തുക്കളോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി.